നികുതി ചുമത്തിയവരെ രാജിവെക്കൂ, പുറത്തു പോകൂ, രാജിവെക്കൂ, പുറത്തു പോകൂ. ഭൂനികുതിയും വാഹന നികുതിയും, ഭൂനികുതിയും വാഹന നികുതിയും 10 മടങ്ങ് വർദ്ധിപ്പിച്ചു, 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാർ കുലയട്ടെ, പിണറായി സർക്കാർ കുലയട്ടെ. പദ്ധതികളെല്ലാം വില വർദ്ധിച്ചു, പാവം ജനതയെ കൊള്ളയടിക്കും, പാവം ജനതയെ കൊള്ളയടിക്കും. ഇടതു സർക്കാർ, നിർമ്മല സർക്കാർ, ഇടതു സർക്കാർ, നിർമ്മല സർക്കാർ. പ്രതികരിക്കൂ നാട്ടാരെ, പ്രതിഷേധിക്കൂ നാട്ടാരെ. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ജയ് ബോലോ ബിജെപി. പ്രതിഷേധം, 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 പ്രതിഷേധം. നിർവഹണത്തിൽ പ്രതിഷേധം, നിർവഹണത്തിൽ പ്രതിഷേധം. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ജയ് ബോലോ ബിജെപി. കേരള സർക്കാർ, നിർമ്മല സർക്കാർ, കേരള സർക്കാർ, നിർമ്മല സർക്കാർ. പാവപ്പെട്ട ജനതയുടെ മേൽ, പാവപ്പെട്ട ജനതയുടെ മേൽ അധിക നികുതി ചുമത്തിയവരെ, അധിക നികുതി ചുമത്തിയവരെ രാജിവെക്കൂ, പുറത്തു പോകൂ, രാജിവെക്കൂ, പുറത്തു പോകൂ. പിണറായി സർക്കാർ മുർദാബാദ്, പിണറായി സർക്കാർ മുർദാബാദ്. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ജയ് ബോലോ ബിജെപി. പ്രതിഷേധം, 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 പ്രതിഷേധം. ജനതാവനത്തിൽ പ്രതിഷേധം, ജനതാവനത്തിൽ പ്രതിഷേധം. ഭൂനികുതി വാഹന നികുതി, ഭൂനികുതി വാഹന നികുതി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു, 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാർ കുലയട്ടെ, പിണറായി സർക്കാർ കുലയട്ടെ. തൊട്ടതിനെല്ലാം വില വർദ്ധിച്ചു, തൊട്ടതിനെല്ലാം വില വർദ്ധിച്ചു. പാവം ജനതയെ കൊള്ളയടിക്കും, പാവം ജനതയെ കൊള്ളയടിക്കും. ഇടതു സർക്കാർ, നിർമ്മല സർക്കാർ, ഇടതു സർക്കാർ, നിർമ്മല സർക്കാർ. പ്രതികരിക്കൂ നാട്ടാരെ, പ്രതിഷേധിക്കൂ നാട്ടാരെ. പുതിയ പദ്ധതികളൊന്നുമില്ല, കൊള്ളയായ വാഗ്ദാനങ്ങൾ. നാട് നടക്കും വിളരന്മാർ, നാട് നടക്കും വിളരന്മാർ. ഇവരീ നാടിനാപത്ത്, ഇവരീ നാടിനാപത്ത്. വ്യവസായമില്ല, സഹായമില്ല, വ്യവസായമില്ല, സഹായമില്ല. മെഡിക്കൽ കോളേജിനെ രക്ഷിക്കാൻ, മെഡിക്കൽ കോളേജിനെ രക്ഷിക്കാൻ പദ്ധതിയില്ല, പരിപാടിയില്ല, പദ്ധതിയില്ല, പരിപാടിയില്ല. കേരള ബജറ്റ് തുലയട്ടെ, കേരള ബജറ്റ് തുലയട്ടെ. പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതിഷേധിക്കുക നാട്ടാരെ. കേന്ദ്ര പദ്ധതികൾ അടിച്ചു മാറ്റി, കേന്ദ്ര പദ്ധതികൾ അടിച്ചു മാറ്റി. ബജറ്റിനാകെ തിരികെ കയറ്റി, ബജറ്റിനാകെ തിരികെ കയറ്റി. ധനകാര്യമന്ത്രി ബാലഗോപാല, ധനകാര്യമന്ത്രി ബാലഗോപാല. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. തൊഴിലില്ലാത്ത യുവതി യുവാക്കൾ, തൊഴിലില്ലാത്ത യുവതി യുവാക്കൾ തൊഴിൽ തേടി അലയുമ്പോൾ,
തൊഴിൽ തേടി അലയുമ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതിയില്ല സർക്കാർ പദ്ധതിയില്ല സർക്കാർ പ്രതിഷേധിക്കുക നാട്ടാരെ ജയ് ബോലോ ഭാരത് മാതാ ജയ് ബോലോ ബിജെപി പ്രതിഷേധം കേരള സർക്കാർ ജനദ്രോഹ സർക്കാർ പാവപ്പെട്ട ജനതയുടെ മേൽ അധിക നികുതി ചുമത്തിയവരെ രാജിവെക്കൂ പുറത്തു പോകൂ പിണറായി സർക്കാർ മുർദാബാദ് ഭൂനികുതി വാഹന നികുതി അതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു പിണറായി സർക്കാർ തുലയട്ടെ പ്രതിഷേധം ജയ് ബോലോ ബിജെപി ഭൂനികുതി വാഹന നികുതി അതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു പിണറായി സർക്കാർ തുലയട്ടെ ഒട്ടതിനെല്ലാം വില വർദ്ധിച്ചു പാവം ജനതയെ കൊള്ളയടിക്കും ഇടതു സർക്കാർ ജനദ്രോഹ സർക്കാർ പിണറായി സർക്കാർ തുലയട്ടെ जय बोलो भारत माता जय बोलो बीजेपी केरल सरकार जनद्रोह सरकार പാവപ്പെട്ട ജനതയുടെ മേൽ അധിക നികുതി ചുമത്തിയവരെ ഭൂനികുതി വാഹന നികുതിയും അതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു സർക്കാർ മുർദാബാദ് പ്രതിഷേധിക്കുക നാട്ടാരെ പ്രതിഷേധിക്കുക കേരള സർക്കാർ ജനദ്രോഹ സർക്കാർ പാവപ്പെട്ട ജനതയുടെ മേൽ അധിക നികുതി ചുമത്തിയവരെ രാജിവെക്കൂ പുറത്തു പോകൂ ഭൂനികുതിയും വാഹന നികുതിയും അതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു പിണറായി സർക്കാർ തുലയട്ടെ തൊട്ടതിനെല്ലാം വില വർദ്ധിച്ചു പാവം ജനതയെ കൊള്ളയടിക്കും സർക്കാർ ജനദ്രോഹ സർക്കാർ
പിണറായി സർക്കാർ തുലയട്ടെ. പിണറായി സർക്കാർ തുലയട്ടെ. പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ, പ്രതിഷേധിക്കൂ, പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതിഷേധിക്കുക നാട്ടാരെ. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ബിജെപി. പ്രതിഷേധം, 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 പ്രതിഷേധം. അധിക നികുതി ചുമത്തിയവരെ, പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തിയവരെ, നികുതിയും വാഹന നികുതിയും, നികുതിയും വാഹന നികുതിയും 10 മടങ്ങ് വർദ്ധിപ്പിച്ചു, 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാർ മൂർഖാവാദ്, പിണറായി സർക്കാർ മൂർഖാവാദ്. വ്യവസായമില്ല, സഹായമില്ല. മെഡിക്കൽ കോളേജിനെ രക്ഷിക്കാൻ പദ്ധതിയില്ല, പരിപാടിയില്ല, പദ്ധതിയില്ല, പരിപാടിയില്ല. കേന്ദ്ര ബജറ്റ് മൂർഖാവാദ്, കേരള ബജറ്റ് തുലയട്ടെ. കേന്ദ്ര പദ്ധതി അടിച്ചുമാറ്റി, കേന്ദ്ര പദ്ധതി അടിച്ചുമാറ്റി, ബജറ്റ് രേഖയിൽ തിരികെ കയറ്റി, ബജറ്റ് രേഖയിൽ തിരികെ കയറ്റി. മന്ത്രി ബാലഗോപാല, ബാലഗോപാല, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി. പ്രതിഷേധം, 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 പ്രതിഷേധം. കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ പാവപ്പെട്ട ജനതയുടെ മേൽ, പാവപ്പെട്ട ജനതയുടെ മേൽ അധിക നികുതി ചുമത്തിയവരെ, അധിക നികുതി ചുമത്തിയവരെ രാജിവെക്കൂ, പുറത്തു പോകൂ, രാജിവെക്കൂ, പുറത്തു പോകൂ. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ജയ് ബോലോ ബിജെപി. നികുതിയും വാഹന നികുതിയും, നികുതിയും വാഹന നികുതിയും 10 മടങ്ങ് വർദ്ധിപ്പിച്ചു, 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാർ തുലയട്ടെ, പിണറായി സർക്കാർ തുലയട്ടെ. ഇടതു സർക്കാർ മുർദാബാദ്, ഇടതു സർക്കാർ മുർദാബാദ്. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ജയ് ബോലോ ബിജെപി. പ്രതിഷേധം, 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 പ്രതിഷേധം. കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധം, കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധം. കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ പാവപ്പെട്ട ജനതയുടെ മേൽ, പാവപ്പെട്ട ജനതയുടെ മേൽ അധിക നികുതി ചുമത്തിയവരെ, അധിക നികുതി ചുമത്തിയവരെ പിണറായി വിജയൻ സർക്കാരെ, പിണറായി വിജയൻ സർക്കാരെ രാജിവെച്ചു, പുറത്തു പോകൂ, രാജിവെച്ച് പുറത്തു പോകൂ. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ബിജെപി, ജയ് ജയ് ബോലോ ബിജെപി. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി. ജയ് ബോലോ ഭാരത് മാതാ കേ ജയ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പിണറായി സർക്കാർ കേരള നിയമസഭ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേരള ജനത അത് നോക്കിക്കണ്ടത്. പക്ഷേ നമുക്കറിയാം,
അതിനകത്ത് ഭൂനികുതിയും 5 ഇരട്ടിയിലേറെ ഭൂനികുതി വരെ പ്രസംഗിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വാഹന നികുതി ഉൾപ്പെടെയുള്ള വളരെ ജനതാപരമായിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് കേരള നിയമസഭയിൽ ബാലഗോപാലൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ ഘടകം നടത്തിയിട്ടുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടി ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബുവാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാർട്ടിയുടെ മേഖല ട്രഷറർ ശ്രീ ടി വി ഉണ്ണികൃഷ്ണൻ, പാർട്ടി സംസ്ഥാന സമിതി അംഗം ശ്രീ സതീഷ് പാറന്നൂർ, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ രാജീവ് കുമാർ തുടങ്ങി മറ്റുള്ള മുഴുവൻ ആളുകൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ആരാധനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ കെ പി പ്രകാശ് ബാബുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള പി പ്രശാന്ത് കുമാർ, ടി വി ഉണ്ണികൃഷ്ണൻ, എം രാജീവ് കുമാർ, സതീഷ് പാറന്നൂർ ഉൾപ്പെടെ പാർട്ടിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ഘടകം സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചും ബജറ്റിന്റെ കോപ്പി പരസ്യമായി കത്തിക്കലുമാണ് ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടെ നടക്കുന്നത്. നമ്മൾ വളരെ പ്രതീക്ഷയോടെയായിരുന്നു കോഴിക്കോട് ഈ ബജറ്റിനെ കണ്ടിരുന്നത്. നോക്കൂ നിങ്ങൾ, കോഴിക്കോട് ജില്ലയുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നിനും തന്നെ തൊടാത്തൊരു ബഡ്ജറ്റാണ്. സമീപകാലത്തൊന്നും ഇത്ര വലിയ അവഗണന കോഴിക്കോടിന് ഒരൊറ്റ ബഡ്ജറ്റും കേരളത്തിൽ കാണിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, കോഴിക്കോടിന്റെ ഏറ്റവും വലിയ പ്രശ്നം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിഷയമാണ്. അതിനെപ്പറ്റി ഒരക്ഷരം ബജറ്റിൽ എവിടെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളില്ല, പ്രഖ്യാപനങ്ങളില്ല. പതിറ്റാണ്ടുകളായി സമരം നടക്കുന്ന കോഴിക്കോട് കോൺഗ്രസ്, CPM-ഉം കേരള ഭരണാധികാരികളും ബിനാമികൾക്ക് എഴുതിക്കൊടുത്ത കോൺഗ്രസിനെ കൈപിടിച്ചുയർത്താനുള്ള പദ്ധതികളില്ല. അടച്ചുപൂട്ടുന്ന കോഴിക്കോടിന്റെ ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സിനെ സംരക്ഷിക്കാൻ ഒരു പദ്ധതിയും ഒരു വാക്കുപോലും പറയാൻ ഈ ബജറ്റിന് സാധിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, കുറുക്കന്റെ കുട്ടികൾ പെറ്റുപെരുകുന്ന മാവൂർ ഗോളിയോർ അയൺസ് അതിനെ പുനരുദ്ധരിക്കുമെന്ന് വലിയ രീതിയിൽ ഇലക്ഷനിൽ വാഗ്ദാനം കൊടുത്തവരാണ് കളമരം കരീമും CPIM-ഉം. ഒരു പദ്ധതിയുമില്ല, പ്രഖ്യാപനവുമില്ല. ഇങ്ങനെ തിരുവണ്ണൂർ കോട്ടൺ മിൽ ഉൾപ്പെടെ ഒരു പദ്ധതിയും കോഴിക്കോടിന് വേണ്ടി കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞകാല ബഡ്ജറ്റിലെല്ലാം തന്നെ കോഴിക്കോടിന് വേണ്ടി പ്രഖ്യാപിച്ചത് ഒന്നും തന്നെ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എവിടെ ലൈഫിന്റെ പ്രഖ്യാപനം? ലൈഫ് പദ്ധതിയിലൂടെ ഞങ്ങൾ വീട് കൊടുക്കുമെന്ന് പറയുന്നില്ല. കുടിവെള്ളം, അമൃത് നഗരം പദ്ധതിയിലൂടെയും ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെയും കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയിൽ കേരളത്തിനും ഒരു പരിഹാരവും ഈ ബജറ്റിലില്ല. കോഴിക്കോടിനെ അവഗണിച്ചു. സാധാരണക്കാരന്റെ ഭൂനികുതി ഞാനിവിടെ വിശദീകരിക്കേണ്ടതിൽ 5 ഇരട്ടി ഇവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വാഹന നികുതി എല്ലാം ഇവിടെ വർദ്ധിപ്പിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയാം. ജനകീയ ബജറ്റ്. ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കണ്ടേ? കോഴിക്കോടിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. അത് പ്രിയപ്പെട്ടവരെ, ഈ ബജറ്റ് കേന്ദ്ര ബജറ്റിന്റെ കോപ്പിയാണ്. കേന്ദ്ര ബജറ്റിന്റെ പകർപ്പാണ് ഇവിടെ സംസ്ഥാനത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ലക്ഷോപലക്ഷം തൊഴിലില്ലാത്ത യുവതി യുവാക്കൾ അവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഈ കേരളത്തിൽ ഒരു പ്രഖ്യാപനവുമില്ലാതെ നിങ്ങൾ എന്ത് ബജറ്റാ ബാലഗോപാല ഈ കേരളത്തിൽ നിങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്? യുവാക്കൾ തെരുവിലിറങ്ങും, കർഷകർ തെരുവിലിറങ്ങും, കേരളത്തിന്റെ പൊതുസമൂഹം തെരുവിലിറങ്ങും, കോഴിക്കോട്ടെ BJP-യും തെരുവിലിറങ്ങും. അതുകൊണ്ട് പരസ്യമായി ഈ ബഡ്ജറ്റിന്റെ ബാലഗോപാലൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിന്റെ പൊതുസമൂഹത്തിനു വേണ്ടി, കോഴിക്കോടിനു വേണ്ടി ഞങ്ങളിവിടെ പൊതുസമൂഹത്തിന് മുമ്പ് പരസ്യമായി കത്തിക്കുകയാണ്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ ലക്ഷ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ പ്രതിഷേധത്തിന്റെ തീജ്വാല ഇക്കാര്യത്തിൽ പടുത്തുയർത്തുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. കോഴിക്കോടിനുള്ള അവരുടെ പ്രതിഷേധിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ ബജറ്റ് ഇവിടെ കത്തിക്കുകയാണ്. ബജറ്റിന്റെ കോപ്പി ഇവിടെ കത്തിക്കുകയാണ്. അതിനുവേണ്ടി ജില്ലാ അധ്യക്ഷനെ ക്ഷണിക്കുന്നു.
जय भारत माता, जय भारत माता, जय बीजेपी, जय बीजेपी, പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ, കള്ളവജറ്റി കത്തട്ടെ, കള്ളവജറ്റി കത്തട്ടെ, കത്തിക്കും കത്തിക്കോ, കത്തിക്കും കത്തിക്കും, കേരളമാകെ കത്തിക്കോ, കേരളമാകെ കത്തിക്കും, കേരളമാകെ കത്തിക്കോ, കേരളമാകെ കത്തിക്കും, ബഡ്ജറ്റിന്റെ കോപ്പികൾ ഇവിടെ, ബഡ്ജറ്റിന്റെ കോപ്പികൾ ഇവിടെ, കേരളമാകെ കത്തിക്കോ, കേരളമാകെ കത്തിക്കും, ജയ് ബിജെപി, ജയ് ബിജെപി, ജയ് ഭാരത് മാതാ, ജയ് ഭാരത് മാതാ. നമ്മുടെ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ